കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള മാന്തറ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ റെക്ടറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുവാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ചരിത്രം, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം റെക്ടറിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതും ഒരു ഇൻ്റർവ്യൂ പോലെ. അത് സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ഈ ഒരു പാദ്രീസ് യാത്രയിൽ ഞാൻ ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട പോൾ പാർക്കും അച്ഛൻ മണിയംകുളത്തെ വികാരിയച്ഛന് ഈ മാന്തറ ദേവാലയം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതിൻ്റെ ഒരു ചെറിയ ഒരു വിവരണം ഞാനിപ്പോൾ നൽകുകയാണ്. എൻ്റെ പേര് ഫാദർ എബ്രഹാം കടിക്കുഴി. ഞാൻ ഈ മാന്തറ തീർത്ഥാടന ദേവാലയത്തിൻ്റെ റെക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാനിവിടെയുണ്ട്, ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത പറയുന്നത് എസെക്കിയേൽ 47 ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1ഉം 2ഉം വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് അത് ദേവാലയത്തിനുള്ളിൽ കൂടെ 2 തോടുകളായിട്ട് കിഴക്കോട്ടൊഴുകി. അതുപ്രകാരം പൂർത്തീകരിച്ച ലോകത്തിലെ ഏക ദേവാലയമാണ് ഈ മാന്തറയിലുള്ള പൊൻകുന്നത്തിന് സമീപമുള്ള, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പൊൻകുന്നത്തിന് സമീപമുള്ള മാന്തറ തീർത്ഥാടന ദേവാലയം. വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും 2 ഭാഗത്തും ഈ ഉറവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ജോയേൽ 3:18 ഇപ്രകാരം ദേവാലയത്തിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സക്കറിയയുടെ പുസ്തകം 13-ാം അധ്യായം 1ഉം 2ഉം വചനത്തിൽ പറയുന്നു, അന്ന് ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നിറവേറിയത് ഈശോ കാൽവരിയിൽ മരിച്ച സമയത്ത് ഈശോയുടെ വിലാവിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകി. അത് ജീവൻ്റെ അരുവിയായിരുന്നു. ഏതാണ്ട് അതിനോട് സാദൃശ്യമായിട്ട് ഇതാ ഒരു ദേവാലയം, എസെക്കിയേൽ 47 പ്രകാരം ദേവാലയം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ച് നോക്കിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇതുപോലെ ഒരു ദേവാലയം വളർത്തുമില്ല? എന്തുമാത്രം എഞ്ചിനീയേഴ്സ് അച്ഛന്മാരുണ്ട്, എന്തുമാത്രം ദേവാലയങ്ങൾ പണിയുന്നുണ്ട്, വെള്ളമുള്ള സ്ഥലത്തും കുട്ടനാട്ടിലും ഒക്കെ പണിയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇന്നേ വരെ ഇതുപോലെ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുന്ന വിധത്തിൽ ഒരു ദേവാലയം ഇതുവരെ ഉണ്ടായിട്ടില്ല? ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ എല്ലാ മാസവും മരിയൻ ധ്യാനം നടക്കും. മരിയൻ ധ്യാനം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ധ്യാനമാണ്. ഇന്ന് പരിശുദ്ധ കുർബാന വിവാദ വിഷയമായ സാഹചര്യത്തിൽ അവൻ്റെ ശരീരരക്തങ്ങൾ പൊതുവേദിയിൽ പ്രദർശന വസ്തുവായി തീരുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു സന്ദേശമാണ് ഈ ദേവാലയവും ഇവിടുത്തെ അത്ഭുത ഉറവയും നൽകുന്നത്. എന്താണ് ആ സന്ദേശം? എല്ലാ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകുന്നു എന്ന്. ബലിപീഠം നിസാരമല്ല, പരിശുദ്ധ കുർബാന നിസാരമല്ല. എല്ലാ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകുന്നു എന്നുള്ള സന്ദേശം ഇവിടെ വരുന്ന ജനത്തിന് കൊടുക്കുന്നതിന് വേണ്ടി, ഇവിടെ ധ്യാനത്തിന് വരുന്ന മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു സ്ഥലം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. അനേകം മക്കൾക്ക് പരിശുദ്ധ കുർബാനയോടുള്ള വലിയ വിശ്വാസവും ബോധ്യവും ഇവിടുത്തെ ധ്യാനത്തിലൂടെ ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത് അലർജി, ഫുഡ് അലർജി. ഇത് ഒരിക്കലും ഹീൽ ചെയ്യുക, വൈദ്യശാസ്ത്രത്തിൽ അത് കംപ്ലീറ്റ് ഹീലിംഗ് ഇല്ല. അലർജി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ചെയ്യുന്നത് അതിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കും, അതിനുശേഷം മേലാൽ ഈ ഫുഡ് കഴിക്കില്ലെന്നുള്ള ശക്തമായ കർശനമായ നിർദ്ദേശം കൊടുക്കും. എന്നാൽ ഇവിടെ ധ്യാനത്തിൽ വെച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലർജി ഹീൽ ചെയ്യും. മാത്രമല്ല ആ അലർജി ഫുഡ് എന്താണോ അത് അപ്പോൾ തന്നെ അവർക്ക് കൊടുത്ത് ജനത്തിൻ്റെ മധ്യേ വെച്ച് ആ ഹീലിംഗ്, ആ സൗഖ്യം ഞങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യും. ഇത് ദിവ്യകാരുണ്യത്തിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് അനേകർക്ക് വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ഈ കാലഘട്ടത്തിൻ്റെ അടയാളമായി കർത്താവ് തിരഞ്ഞെടുത്ത ഈ പുണ്യസ്ഥലം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്.